പറ്റിപ്പോയി. ചേച്ചി അവിടെ എന്തെടുക്കുമായിരുന്നു? പെങ്കുമോളെ നോക്കിയാലൊക്കെ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ചേച്ചി അവിടെ എന്ത് തപ്പിക്കൊണ്ടിരുന്നേ? എനിക്കിത് മാതാശ്രീയെ കണ്ടിട്ട് വരാം. എന്റെ ഈ കോലം കണ്ടാ മാതാശ്രീ അമ്മുമ്മ അമ്മുമ്മ മിക്കുമോളെ തല്ലേന്ന് പറ അമ്മച്ചി എടുത്ത്. മിക്കുമോളെ രക്ഷിക്കുക അമ്മുമ്മ. അമ്മച്ചി അമ്മച്ചി മിക്കുമോളിന് വന്ന് മാന്തത്തില്ല. അമ്മച്ചിയാണ് സത്യം. നീ എന്തിനാണ് വെച്ചേ വേഗം വിളിക്കുന്നതിന് മുന്നേ അമ്മച്ചിയെ ദേഷ്യം പിടിപ്പിക്കുന്നേ? ഇന്നത്തെ ദിവസം ഇനി പോക്കായി. അടി കൊണ്ട് നിൽക്കുക കല്ല് വിളിച്ചുണ്ട് തള്ള. ഇന്നെല്ലാത്തിനും കിട്ടും. മിക്കു കാരണം ഇന്നെല്ലാത്തിനും അടി മേടിച്ചു കിട്ടും. ഇതൊക്കെ എന്റെ വയറ്റിൽ തന്നെ വന്ന് പറഞ്ഞല്ലോ ഈശ്വര. ഓരോന്ന് കാണിച്ചുകൊണ്ട് മോർക്കണമായിരുന്നു. ഇന്നലെ അമ്മച്ചി നിന്നെ അവിടെ കുളിപ്പിച്ചെടുത്തത്. എന്തായാലും ചെന്ന് 2 അടിയൊന്ന് വാങ്ങിക്കും. ഇന്നെ കിട്ടിയില്ലെങ്കിൽ അക്കരിപ്പ് ഞങ്ങളോട് കേൾക്കും. അമ്മൂമ്മ എങ്ങോട്ട് എഴുതിയിട്ട് മാറിയേ? മിക്കുനെ ഫ്രീ ആക്കി വിട്ടെ. 2 അടി എല്ലിന് നമുക്ക് കിട്ടണം. എന്റെ കൊച്ചുങ്ങളുള്ളപ്പോ അവൾക്ക് എന്തൊരു അഹങ്കാരമായിരുന്നു. അവൾ ഒറ്റയെഴുത്തി എന്റെ കൊച്ചുങ്ങളെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടത്. ഒരു ഡാഡിയുടെ മുന്നിലിട്ട് സ്വന്തം മകളെ ഇങ്ങനെ തല്ലി ചതയ്ക്കുമ്പോൾ ആ ഡാഡിയുടെ മനസ്സ് എന്തുമാത്രം നോന്നെന്ന് ആരും കാണുന്നില്ലല്ലോ. പറഞ്ഞിട്ട് കാര്യമില്ല. കഴമ്പില്ലാത്തൊരു ഡാഡിയായി പോയി ഞാൻ. എൻ്റെ മകളുടെ കണ്ണുനീര് കണ്ടു നിൽക്കാൻ വയ്യ. എൻ്റെ ഈശ്വര, എൻ്റെ മകൾ ഇങ്ങനെ കിടന്ന് കരയുന്ന കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ലേ. സ്വഭാവമൊക്കെ അങ്ങ് മാറി. 24 മണിക്കൂർ മിക്കു മിക്കു എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന തള്ളയായിരുന്നു. ഇങ്ങനെ സ്വഭാവം മാറുമോ? നിങ്ങൾക്കറിയുമോ ഗൈസ്, എന്തോരം കഷ്ടപ്പെട്ടിട്ട് ആ സാധനങ്ങളെ ഞാൻ ഇവിടെ ഓടിച്ചെന്നറിയുമോ? തള്ളേ, നിങ്ങൾക്ക് എന്നെ സ്നേഹിക്കാൻ പറ്റുമോ? എന്നെ സ്നേഹിക്കാൻ പറ്റുമെങ്കിൽ മാത്രം ഈ വീട്ടിൽ നിന്നാൽ മതി. ഇല്ലെങ്കിൽ ഈ നിമിഷം ഈ ഗേറ്റിന്റെ പുറത്ത് ഗെറ്റ് ഔട്ട്. ഇങ്ങോട്ടൊക്കെ ഇനിയേ ഈ മിക്കു വേണമെങ്കിൽ കിണറ് കുഴിക്കും, മണ്ണ് മാന്തും, വേണമെങ്കിൽ ഈ വീടെടുത്ത് തല തിരിച്ചു വെക്കും. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല ചെയ്തു. ഇന്ന് മുതൽ നിങ്ങളും ഞാനും തമ്മിലുള്ള യുദ്ധം തുടങ്ങാൻ പോവാ. നമ്മളിൽ ഒരാൾ മതി ഈ വീട്ടില്, കേട്ടോ? മിക്കവും അമ്മച്ചിയും അടിച്ചു പിരിഞ്ചാച്ച് യുദ്ധമാണെന്ന് പറഞ്ഞിട്ട് ഇതിന്റെ സമാധാന ചർച്ചയോ? നാണമില്ലല്ലോ മിക്കു. പറഞ്ഞ വാക്കിന് വിലയില്ലാത്തൊരു സാധനം. നാളെ മുതൽ നല്ലൊരു അടി മുഴക്കുക കാണാമെന്ന് വിചാരിച്ചിരുന്ന ഞാൻ അതായി. ഞാൻ